ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മൈൻഡ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു ക്രോസ് ചെക്കിങ് നടത്താം കേട്ടോ. നിങ്ങളിത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ. ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, ചെയ്യാത്തവരാണെങ്കിൽ നാളെ തൊട്ട് ചെയ്തു തുടങ്ങുക, അല്ലെങ്കിൽ ഇന്ന് തൊട്ട് നമ്മളിത് ചെയ്തു തുടങ്ങും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു പോയിന്റ് വന്നിട്ട്, നിങ്ങളിൽ എത്ര പേര് മിററിൽ നോക്കി നിങ്ങളോട് തന്നെ സംസാരിക്കാറുണ്ട്? ചെയ്യാറുണ്ടോ? അത് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. നല്ലൊരു ടിപ്പാണ്. നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് ചിലപ്പോൾ സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. സോ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കണ്ണടയിൽ നോക്കി, ഒരു മിററിൽ നോക്കി നമ്മൾ തന്നെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ വേണ്ട 1 മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഒന്ന് 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 ചിന്തിച്ച് നോക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, അല്ലെങ്കിൽ ലവർ, ഹസ്ബൻഡ്, വൈഫ്, ഫ്രണ്ട്സ്, അങ്ങനെ ആരെയാണ് ഏറ്റവും കൂടുതൽ? അങ്ങനെ നിങ്ങൾക്ക് ആരെയും ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ആദ്യം ഫസ്റ്റ് മൈൻഡിൽ വരുന്നത് ആരുടെ പേരാണ് ആദ്യം ഫസ്റ്റ് മൈൻഡിൽ വരുന്നത്? എത്ര പേർക്ക് ഐ ലവ് മൈ സെൽഫ് എന്നുള്ളൊരു കാര്യം വന്നു? നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മളെയാണ്. നമുക്കറിയാവുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ ആരും സ്നേഹിക്കില്ല. സോ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് കേട്ടോ. നമ്മളെ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ആണെങ്കിലും നമ്മുടെ എന്താണെങ്കിലും നമ്മുടെ മൈൻഡ്, അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. കാരണം നമ്മളെ പോസിറ്റീവ് ആക്കിയിട്ട് വെക്കാനായിട്ട് വേറെ ആരും വരില്ല. നമ്മൾ തന്നെ നമുക്കുള്ളിൽ തന്നെ എല്ലാ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. സോ നമ്മളതിനായിട്ട് ഒരു 5 മിനിറ്റ് മിററിലൊക്കെ നോക്കിയിട്ട് ഒന്ന് സംസാരിക്കാം. ഓക്കെ, നീ ഓക്കെ ആണോ? അല്ലെങ്കിൽ നിൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? നിൻ്റെ ബോഡിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇതെത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ചെയ്ത് നോക്കുക. നല്ല ഒരു ഡിഫറൻസ് നിങ്ങളുടെ മൈൻഡിലും ബോഡിക്കും ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അതിപ്പോൾ സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി തന്നെ മാറ്റി വയ്ക്കുക. പിന്നെ നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യം എന്താണോ, എന്ത് ചെയ്താലാണോ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക, അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ചിലവർക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് ആർട്ട് ചെയ്യുന്ന ഇഷ്ടമായിരിക്കും, ചിലർക്ക് കുക്കിംഗ്, ഗാർഡനിങ്, അങ്ങനെ പല തരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ടാവും. അതെന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. എന്താണ് നിങ്ങളെ എൻ്റർടൈൻ ആക്കി വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, അത് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ ഹാപ്പി ആക്കി വെക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ ചെയ്യുക. പിന്നെയുള്ളത്, നമ്മുടെ മൈൻഡിനെ പോസിറ്റീവാക്കി വെക്കുക. നെഗറ്റിവിറ്റി എന്തോ ആയിക്കോട്ടെ, എന്ത് നെഗറ്റീവ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത ഒരാളുമില്ല. സോ അതുമ്മ തന്നെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി വീക്കാവും. മൈൻഡ് വീക്കായ ബോഡി വീക്കാവും. ബോഡി വീക്കായി പിന്നെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, ഒരു കാര്യങ്ങളും നടക്കില്ല. സോ നമ്മുടെ മൈൻഡിനെ സെറ്റാക്കി വെക്കുക. നമ്മളെ സ്നേഹിക്കുക. പിന്നെ വരുന്ന ഒരു കാര്യമാണ് പോസിറ്റീവായിട്ട് വെക്കുക പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലം സൊല്യൂഷനും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ടൈമേ ഉള്ളൂ. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുറേ കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റാതെ ഒന്നുമില്ല. നമ്മൾ തന്നെ ഒന്ന് സംസാരിക്കുക. നമ്മൾ ഓക്കെ ആണോ എന്ന് നമ്മൾ തന്നെ സ്വന്തമായി ഇടയ്ക്ക് ഒന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. നമ്മളെ തന്നെ ഹെൽത്തി ആക്കി വെക്കുക. ഹെൽത്ത് ഓക്കെ ആകുമ്പോൾ മൈൻഡ് ഓക്കെ, അല്ലെങ്കിൽ മൈൻഡ് ഓക്കെ ആണെങ്കിൽ ഹെൽത്ത് ഓക്കെ ആവുള്ളൂ. സോ ഈ ഹെൽത്തും മൈൻഡും രണ്ടും ഫ്രണ്ട്സാണ്. സോ അവരെ ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. ഹെൽത്തി ആക്കി വെക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്താമെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ ഈ ഓയിലി ആൻഡ് ഫ്രൈഡ് ഐറ്റംസൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ കൂടുതലും വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഹെൽത്തും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ മൈൻഡ് ഓക്കെ ആവില്ല, അല്ലെങ്കിൽ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസും വരും. നമുക്ക് മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹെൽത്ത് ഡൗൺ ആവാൻ തുടങ്ങും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓക്കെ ആക്കി തന്നെ വയ്ക്കുക. പിന്നെ വേണ്ടുന്ന മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ലവ് യുവർ സെൽഫ്. അത് മെയിനായിട്ടെന്നല്ല, ഫസ്റ്റ് വേണ്ടുന്നൊരു കാര്യമാണ് ലവ് യുവർ സെൽഫ്. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ അടുത്ത് തന്നെ ഐ ലവ് യു എന്ന് പറയാറുണ്ട്? അല്ലെങ്കിൽ ഒന്നിങ്ങനെ ഒന്ന് ഹഗ് ചെയ്ത് ഐ ലവ് യു, നീ സൂപ്പറാ എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് കിസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ജസ്റ്റ് ഒരു കിസ് കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഇതൊക്കെ ചെയ്യണമല്ലോ, നല്ലതാണ്.
നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഹഗ് ഹഗ് യുവർ സെൽഫ്, നല്ല കിസ് യുവർ സെൽഫ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഈ കയ്യിൽ പറയുമ്പോൾ രണ്ടും നമ്മുടെ കൈ തന്നെയാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ കൈ ഇതിലോട്ട് കോർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആത്മാവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോളാണിത്. സോ നമ്മളിത് ഇതിലോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളിത് വെക്കുന്ന സമയത്ത് തന്നെ ഈ കൈ നമ്മളെ ഹോൾഡ് ചെയ്യും. നമുക്കൊരു കൂട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നും. ചെയ്തു നോക്കൂട്ടോ, ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. കൈ ഇങ്ങനെ കൂട്ടുമ്പോൾ ജസ്റ്റ് ജോയിൻ ആവും. ഇതിങ്ങനെ ഇങ്ങനെ നമ്മളെ ഹോൾഡ് ചെയ്യും. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ട് നോക്കുക. ഞാനിതിൽ ഒരു 5-6 പോയിൻറ്റ്സ് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ പറയാം. അതിൽ ഫസ്റ്റ് വന്നിട്ട് നിങ്ങളെ തന്നെ സ്നേഹിക്കുക. ഫസ്റ്റ്, ലവ് യുവർ സെൽഫ്, ഫസ്റ്റ് പോയിൻറ്റ്. ആൻഡ് സെക്കൻഡ് വൺ, ലുക്ക് അറ്റ് എ മിറർ ആൻഡ് ടോക്ക് ടു യു. നിങ്ങളോട് തന്നെ സംസാരിക്കുക. പിന്നെ വരുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അതിപ്പോൾ സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. പിന്നെ വരുന്നതാണ് ഡു തിങ്സ് ദാറ്റ് മേക്ക് യു ഹാപ്പി. നിങ്ങൾ എന്താണോ സന്തോഷമാക്കി വെക്കുന്നത് അത് ചെയ്യാനായിട്ട് കൂടുതൽ സമയം അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടുപിടിക്കുക. ഓക്കെ. പിന്നെ വേണ്ടത് നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് തോട്ട്സ് ആക്കി എടുക്കുക. നമ്മൾ തന്നെ അതിനെ മാറ്റുക. ഓക്കെ, ഇന്നതായിരിക്കും കാരണം, അതുകൊണ്ടായിരിക്കും, അത് ഈ സമയം കടന്നു പോകും എന്നൊരു കോട്ടില്ലേ, അതുപോലെ അങ്ങനെ എടുക്കുക. ഓക്കെ. പിന്നെ വരുന്നത് ഫൈൻഡ് ദ സൊല്യൂഷൻ ഇൻ യു. നിങ്ങൾ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്കുള്ളിൽ തന്നെ കണ്ടുപിടിക്കുക. പിന്നെ വരുന്നത് സേ ഐ ലവ് യു, ഹഗ് യു ആൻഡ് കിസ് യു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. നിങ്ങളുടെ മൈൻഡിനെ പോസിറ്റീവാക്കി ഫ്രഷ് ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക് വരുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ പുതിയ ആളെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.